ഹലോ, നമ്മളൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസംബിൾ തിയറിയെക്കുറിച്ചാണ്. മുൻപ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് വീണ്ടും ഇവിടെ പറയുന്നതെന്ന് മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു സിസ്റ്റത്തെ പഠിക്കുകയാണ്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി മുന്നോട്ട് വയ്ക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത് തെർമോഡൈനാമിക്സിനകത്ത് നമ്മൾ ഓവറോൾ പിക്ചറിനെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. അവിടെ ഓരോ കണത്തിൻ്റെയും തലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്താൻ നമുക്ക് കഴിയില്ല. ഒന്നാമത്തെ കാരണം എന്താണ്? നമ്മുടെ സിസ്റ്റത്തിനകത്ത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് വളരെയധികം കണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, 1 ഗ്രാം ഹൈഡ്രജൻ അല്ലെങ്കിൽ ഒരു മോൾ ഏതെങ്കിലും ഒരു ഗ്യാസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിൽ ബി ദർ. അപ്പോൾ അത്രയധികം ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനകത്തെ ഓരോ കണത്തിൻ്റെയും ഡൈനാമിക്സ് പഠിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുക എന്നത് പ്രായോഗികമായി സാധ്യമല്ലാത്ത ഒന്നാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് യഥാർത്ഥത്തിൽ തുടക്കം കുറിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ സാധാരണഗതിയിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള സിസ്റ്റം എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, n ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അത് ഒരു വോളിയമുള്ള, ഒരു ഫിക്സ്ഡ് വോളിയമുള്ള ഒരു സ്പേസിനകത്ത് നമ്മളതിനെ വച്ചിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ, വി വിൽ ഓൾസോ കൺസിഡർ ഇറ്റ് ആസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണ് എങ്കിൽ ഈ ടോട്ടൽ എനർജി ഇയെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി നമുക്ക് നിരവധിയായ വ്യത്യസ്ത കോൺഫിഗറേഷൻസ് സാധ്യമാണ്. ഇതിന് ഓരോന്നിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു മൈക്രോ സ്റ്റേറ്റുകൾ എന്ന് പറയുക. അപ്പോൾ നിരവധിയായ മൈക്രോ സ്റ്റേറ്റുകൾ സാധ്യമാണ്. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? സമയം പോകുന്നതിനനുസരിച്ച്, സമയം മാറുന്നതിനനുസരിച്ചിട്ട് സിസ്റ്റം ഓരോ മൈക്രോ സ്റ്റേറ്റിൽ നിന്നും അടുത്ത മൈക്രോ സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും, ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു ലാർജ് ടൈമിനകത്ത്, ഒരു ലോങ് ടൈമിനകത്ത് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ത്രൂ ഔട്ട് ടൈമിനകത്തും എങ്ങനെയാണ് ഓരോ മൈക്രോ സ്റ്റേറ്റിൽ നിന്നും അടുത്ത മൈക്രോ സ്റ്റേറ്റിലേക്ക് സിസ്റ്റം മാറിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ടൈം ആവറേജ് എടുത്ത് പഠിക്കേണ്ടി വരും. അതിന് പകരം നമ്മളൊരിക്കൽ പറഞ്ഞിട്ടുള്ള രസകരമായ ഒരു ഉദാഹരണം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അത് നമുക്കൊരു ചെറിയ കുട്ടി മുതൽ വൃദ്ധനായ ഒരാളുടെ വരെയുള്ള ഈ പ്രായത്തിലെ ട്രാൻസിഷൻ, ഈ പരിണാമം നമുക്ക് പഠിക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു സാധ്യത ഉള്ളത്, നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ കുട്ടിയെ കൺസിഡർ ചെയ്ത് അദ്ദേഹം വലുതായി വൃദ്ധനാകുന്നത് വരെയുള്ള മുഴുവൻ സമയവും അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പോസിബിലിറ്റി. അത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു സാധ്യതയാണ്. അതിന് പകരം നമുക്ക് സാധാരണഗതിയിൽ എല്ലാ ആളുകളും ഒരുപോലെയാണ് എന്ന അസംഷനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്താ? നമ്മൾ വളരെ തിരക്കുള്ള ഒരു ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കോ നമ്മൾ പോകുന്നു. വളരെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ എന്തുണ്ടാവും? നവജാത ശിശു മുതൽ വൃദ്ധയായ ഒരാൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആളുകളെ മുഴുവൻ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട്, എല്ലാ പ്രായത്തിലുള്ള ആളുകളും അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ആളുകളെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ സമയത്ത് ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇതും അടുത്ത ഒരു പഠന സാധ്യതയാണ്. ഇതാണ് ഒരർത്ഥത്തിൽ, വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, നമ്മൾ എൻസംബിൾ തിയറിയിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. എൻസംബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ?
നമ്മൾ എല്ലാ പോസിബിൾ മൈക്രോ സ്റ്റേറ്റ്സിൻ്റെയും ഒരു മെൻ്റൽ കോപ്പി ഒരേ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു നമ്മുടെ ഫേസ് സ്പേസിനകത്ത്. ഇതിനെയാണ് നമ്മൾ എൻസെമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു സമയത്ത് ഒരു മൈക്രോ സ്റ്റേറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ സാധ്യമായ എല്ലാ മൈക്രോ സ്റ്റേറ്റുകളെയും ഒരേ സമയത്ത് കൺസിഡർ ചെയ്യുകയും അതിനെ പഠിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഈ എൻസെമ്പിൾ തിയറിയിലൂടെ പ്രധാനമായും അർത്ഥമാക്കുന്നത്. നമുക്കിനി ബ്ലാക്ക് ബോർഡിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ വിഷയങ്ങൾ എന്നത് വളരെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, എൻസെമ്പിൾ തിയറിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ പതിയേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഒരു മൈക്രോ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്ന് വിചാരിക്കാം. അത് പഠിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു മൈക്രോ സ്റ്റേറ്റ് പഠിക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരാളെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഇപ്പോൾ 8 വയസ്സുള്ള നവജാത ശിശു മുതൽ വൃദ്ധൻ വരെയുള്ളതിനകത്ത് 8 വയസ്സുള്ള ഒരാളെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഒരാളെക്കുറിച്ച് പഠിക്കാൻ പല കാര്യങ്ങൾ ആവശ്യമുണ്ടാകും. നമ്മൾ ഇവിടെ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സിസ്റ്റത്തെക്കുറിച്ച്, ഒരു ക്ലാസിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് പ്രധാനമായിട്ട് വേണ്ടി വരും. അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷനുകളെക്കുറിച്ച് അറിയേണ്ടി വരും, ഇൻസ്റ്റൻറ്റേനിയസ് മൊമെൻറ്റെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ മൊമെൻറ്റത്തെക്കുറിച്ചിട്ടും നമുക്ക് അറിയേണ്ടി വരും. അപ്പം പൊസിഷനെയും മൊമെൻറ്റെയും അറിയുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടെ നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര പാർട്ടിക്കിളുണ്ട്? ഒരു പാർട്ടിക്കിളല്ല ഉള്ളത്. പാർട്ടിക്കിളിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മൈക്രോ സ്റ്റേറ്റ് എന്നുള്ളതിനെ വിട്ടിട്ട് ഞാനിപ്പോൾ പാർട്ടിക്കിളിലേക്ക് വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര പാർട്ടിക്കിളുണ്ട്? ഒരു പാർട്ടിക്കിളല്ല ഉള്ളത്. ഒരു മൈക്രോ സ്റ്റേറ്റിനകത്ത് തന്നെ എത്ര പാർട്ടിക്കിളുണ്ട്? n പാർട്ടിക്കിളുണ്ട്, ക്യാപിറ്റൽ N നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലേ? അപ്പം ഈ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനും എന്തുണ്ട്? മൊമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പൊസിഷൻസും ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഈ n നമ്പർ ഓഫ് മൊമെൻറ്റ ആൻഡ് n നമ്പർ ഓഫ് പൊസിഷൻസ്, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. പക്ഷേ ഇറ്റ്സ് എ 3 ഡയമെൻഷണൽ വേൾഡ്. ഓരോ ആക്സിസിലും മൊമെൻ്റ് ഉണ്ട്. സോ ഒരു സിംഗിൾ പോയിന്റിൽ തന്നെ 3 ഡയമെൻഷണൽ സ്പേസിനകത്ത് തന്നെ 3 കോർഡിനേറ്റ്സും സാധ്യമാണ്. സോ ദർ വിൽ ബി 3n പൊസിഷൻ കോർഡിനേറ്റ്സ് ആസ് വെൽ ആസ് 3n മൊമെൻറ്റ കോർഡിനേറ്റ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം അങ്ങനെയുള്ള ഒരു, ഇപ്പോൾ n പാർട്ടിക്കിളിനെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ what will be the dimension of this phase space? It will be a 6n dimensional space, right? 3n for momenta and 3n for position. അങ്ങനെയുള്ള ഒരു 6n ഡയമെൻഷണൽ സ്പേസിലെ ഒരു സിംഗിൾ പോയിൻ്റ് ആയിരിക്കും ഒരു മൈക്രോ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതാണ്, അല്ലേ? ഒരു 1 ഡയമെൻഷനിൽ പോകുന്ന ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൊമെൻറ്റത്തിൻ്റെ ആക്സിസ് ഉണ്ടാവും, px എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ടാവും, അതുപോലെ തന്നെ പൊസിഷൻ ഇതാക്കാനുള്ള എക്സും ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മളെങ്ങനെയാണ് ഒരു ഫേസ് സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുക? ഒരു 2 ഡയമെൻഷണൽ സ്പേസ് എക്സും pxഉം തമ്മിലുള്ള അതിലൊരു സിംഗിൾ പോയിൻ്റ് ആയിരിക്കും. ഇനി അതിന് പകരം 2 1 ഡയമെൻഷണൽ പാർട്ടിക്കിളാണെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും? px1ഉം px2ഉം ഉണ്ടാവും, 2 മൊമെൻറ്റ, അതുപോലെ x1 x2 എന്ന് പറയുന്ന 2 പൊസിഷൻ കോർഡിനേറ്റ്സും ഉണ്ടാവും. അങ്ങനെ ഒരു 4 ഡയമെൻഷണൽ സ്പേസിലെ ഒരു സിംഗിൾ പോയിൻ്റ് ആയിരിക്കും എന്ത് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി 3 പാർട്ടിക്കിളാകുമ്പോൾ അങ്ങനെ കൂടി 2 ആക്സിസും കൂടി വരുന്നു, അങ്ങനെ കൂടി വരുന്നു. ഇവിടെ 3 ഡയമെൻഷണൽ സ്പേസ് 3 ഡയമെൻഷനിൽ ഓരോ പാർട്ടിക്കിളിനും മൂവ് ചെയ്യാം. അങ്ങനത്തെ n പാർട്ടിക്കിളുണ്ട്, ഓരോന്നിനും 3 മൊമെൻറ്റം കമ്പോണൻസും ഉണ്ട്. സോ യു വിൽ ഹാവ് എ 6n dimensional space of which 3n coordinates represents momenta and 3n coordinates represent position. Is it clear? So ആ 6n ഡയമെൻഷണൽ ഫേസ് സ്പേസിനകത്തെ ഒരു സിംഗിൾ പോയിൻ്റ് ആയിട്ടായിരിക്കും നമ്മളൊരു മൈക്രോ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമ്മൾ എൻസെമ്പിൾ എടുക്കുകയാണെങ്കിലോ, എൻസെമ്പിൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എൻസെമ്പിളിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ പോസിബിൾ കോൺഫിഗറേഷൻ, ഒരു സിംഗിൾ റെപ്രസെൻറ്റേഷൻ ഞാൻ എന്ത് പറയുന്നു? ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ പോസിബിൾ കോൺഫിഗറേഷനും, ഒരു കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എനർജിയെ n പാർട്ടിക്കിളിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ സ്റ്റേറ്റ്, അല്ലേ? അങ്ങനത്തെ അതിനെ ഒരു സിംഗിൾ ഡിസ്ട്രിബ്യൂഷനെ ഞാനൊരു കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ ആകുമ്പോഴോ എല്ലാ പോസിബിൾ കോൺഫിഗറേഷൻസിനെയും ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ 6n ഡയമെൻഷണൽ
ഫേസ് സ്പേസിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ 6n ഡയമെൻഷണൽ ഫേസ് സ്പേസിലെ ഒരു സിംഗിൾ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൈക്രോസ്റ്റേറ്റ് ആണ്. സോ ഹൗ മെനി മൈക്രോസ്റ്റേറ്റ്സ് ആർ പോസിബിൾ? ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആർ പോസിബിൾ. സോ യു വിൽ ബി ഹാവിങ് എ ലാർജ് നമ്പർ ഓഫ് ഡോട്ടഡ് പോയിൻറ്റ്സ്, റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ദിസ് ഇൻ ദിസ് ഫേസ് സ്പേസ്. അപ്പോൾ നമ്മൾ ഇനി ബോർഡ് ഉപയോഗിക്കാം. അപ്പോൾ ഈ മൈക്രോസ്റ്റേറ്റ്സ് നമ്മുടെ സോ ഈ മൈക്രോസ്റ്റേറ്റ്സ് നമ്മുടെ ഫേസ് സ്പേസിനകത്ത്, സോ വാട്ട് എവർ ബി ദ ഫേസ് സ്പേസ്, ആ ഫേസ് സ്പേസിനകത്ത് നമ്മുടെ ഒരു ഓരോ ഡോട്ടുകളായിട്ട് നമ്മുടെ ഈ ഡോട്ടുകളൊക്കെ, എനിക്ക് 6n ഡയമെൻഷണൽ സ്പേസ് വരയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അതിനെ ഇമാജിൻ ചെയ്യുകയാണ്. സോ ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്, ഈച്ച് പോയിൻറ്റ് റെപ്രസെൻറ്റിങ് എ മൈക്രോസ്റ്റേറ്റ്. So these points, ഓരോ സിംഗിൾ പോയിന്റിനെയും നമ്മൾ എന്താണ് വിളിക്കുക? ദിസ് വിൽ ബി കോൾഡ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ്. ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ്. പോയിന്റ്. ഓക്കെ, സോ ഇൻ എ 6n ഡയമെൻഷണൽ സ്പേസ്. ക്ലിയർ? നൗ സമയം പോകുന്നതിനനുസരിച്ച്, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റാണ്, നമ്മുടെ വളരെ ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റാണ്. സമയം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സിസ്റ്റം ഇവോൾവ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ സിംഗിൾ പോയിൻ്റ് വേറെ എവിടേക്കെങ്കിലും പോവും അല്ലേ? അത് ഇപ്പോൾ ഉള്ള മൈക്രോസ്റ്റേറ്റിൽ നിന്ന് വേറൊരു മൈക്രോസ്റ്റേറ്റിലേക്ക് പോകും, വേറൊരു മൈക്രോസ്റ്റേറ്റ് വേറൊന്നിലേക്ക് പോകും. സോ സിംപ്ലി വാട്ട് ഹാപ്പൻസ്, ദി എൻറ്റയർ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ ടു അനദർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇങ്ങനെ മാറിയിട്ട് വേറെ ഒരു അതായത് ഇപ്പം നേരത്തെ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നുവെങ്കിൽ നൗ ഇറ്റ് ചേഞ്ചസ് ടു എ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ? ആസ് ടൈം പാസസ്. നൗ ഈ പോയിൻ്റുകളുടെ മൂവ്മെൻറ്റ്, ഈ പോയിൻ്റുകളുടെ മോഷൻ, ഓക്കെ, ഈ പോയിൻ്റുകളുടെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, നിയന്ത്രിക്കുന്ന നിയമം എന്താണ്? ചലന നിയമം എന്താണ്? ദാറ്റ് വിൽ ബി നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ദാറ്റ് വിൽ ബി സിംപ്ലി അവർ വാട്ട് യു കോൾ നമ്മുടെ കനോണിക്കൽ അല്ലേ, ഈ കനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചലന നിയമമായിരിക്കും. കനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് സിംപ്ലി QI ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ H ബൈ ഡോ PI, where I turns from 1 to 3n. Am I right? Similarly, PI dot is equal to, so these are QI dot and PI dot. Now I can call the velocity functions. യഥാർത്ഥത്തിൽ എന്താണ്? ഈ പോയിന്റുകളുടെ മോഷനെ നിശ്ചയിക്കുന്നത് എന്താണ്? ഈ നിയമങ്ങളാണ്, കനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. സോ നൗ ഐ ക്യാൻ കോൾ ദിസ് PIs and QIs ആർ PI dots and QI dots ആർ ദ ആക്ച്വലി വെലോസിറ്റി, അതായത് ഫേസ് സ്പേസിലെ വെലോസിറ്റിയാണ് ഇത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. സോ ദിസ് ഈസ് സംതിങ് ലൈക്ക്, അല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൈനസ് ഡോ H ബൈ dou QI, right? Where here also I turns from 1 to 3n. So ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണല്ലോ 6n ഡയമെൻഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഫൈൻ, ഗുഡ്. സോ യു ഹാവ് എ കണ്ടിന്യൂസ് ചേഞ്ചസ് ഇൻ നിങ്ങൾക്ക് ഇതിനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഈ 6n ഡയമെൻഷനിലെ ഫേസ് സ്പേസിലെ ഓരോ റെപ്രസെൻറ്റേഷൻ പോയിൻറ്റ്സും ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു സ്വാം ഓഫ് പോയിൻറ്റ്സ് വളരെ മനോഹരമായിട്ട് ഇതിങ്ങനെ ഒഴുകുകയാണ്, ഒരു ഒഴുക്ക് പോലെയാണ് ഇത് നിൽക്കുന്നത്. ആ ഒഴുക്കിൻ്റെ വെലോസിറ്റി നിശ്ചയിക്കുന്നതാകട്ടെ എന്താണ്? നമ്മുടെ വെലോസിറ്റി വെക്റ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ വെലോസിറ്റി വെക്റ്റർ എന്താണ് യഥാർത്ഥത്തിൽ? V ഇസ് ഗിവൺ ബൈ QI ഡോട്ട് ആൻഡ് PI ഡോട്ട്. ഇത് രണ്ടുമാണ് നിശ്ചയിക്കുന്നത്. ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് സ്പേസിനകത്ത് എല്ലായിടത്തും ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിന് നിൽക്കാൻ കഴിയില്ല. ആ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ മുകളിൽ രണ്ട് കൺസ്ട്രെയിൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് എന്താണ്? അതിൻ്റെ PIs വളരെ വേണമെങ്കിൽ അങ്ങനെ പറയാം, അതായത് അതിൻ്റെ പൊസിഷൻ വെക്ടറുകൾ എന്താണ് വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എനർജി, ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്, എനർജി കോൺസ്റ്റൻ്റ് ആയതിൻ്റെ ഒരു ഇത് തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ എനർജി എന്ന് പറയുന്ന
ടോട്ടൽ എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റുകളിൽ സ്ഥലങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പോയിന്റുകൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ വരച്ചതുപോലെ ഇങ്ങനെ കൂടിക്കിടന്ന് നിൽക്കുന്ന പോയിന്റുകളാവണമെന്നില്ല. പകരം ഈ ടോട്ടൽ എനർജി ഇ എന്ന് പറയുന്ന ടോട്ടൽ എനർജിയുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതിനെ, ആ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഈ പോയിന്റുകൾക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ എന്ന കാര്യമൊക്കെയാണ്. ഇപ്പോൾ എനർജി ഈ -Δ/2 ആൻഡ് ഈ +Δ/2 എന്ന് പറയുന്ന രീതിയിൽ വളരെ ചെറിയ ഫ്ലക്ച്വേഷനുള്ള എനർജിയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഒരു ഹൈപ്പർ ഷെല്ല് എന്ന രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സോ നൗ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പോയിൻറ്റ്സ്, അതായത് ഇതിലെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ പ്രത്യേകതകളെ വിവരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു പുതിയ ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് ഫങ്ഷൻ ഈസ് കോൾഡ് ഡെൻസിറ്റി ഫങ്ഷൻ. ക്ലിയർ? ഡെൻസിറ്റി ഫങ്ഷൻ. യൂഷ്വലി ഡെൻസിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? റോ. Okay, so this rho is simply now a function of q's, p's, and it may be having some dependence on time also. Now, what will be a volume element in this phase space? A very small volume element in phase space is usually represented as d3n q, d3n p. നമ്മുടെ ടോട്ടൽ വോളിയം ഒമേഗയാണെങ്കിൽ വിച്ച് മേ ബി ഐ ക്യാൻ കോൾ ഡി ഒമേഗ. ഓക്കെ, സോ ദിസ് ഈസ് ദ വോളിയം ഇൻ ഫേസ് സ്പേസ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഫങ്ഷൻ? ഐ എം ഡിഫൈനിങ് ദ ഡെൻസിറ്റി ഫങ്ഷൻ സച്ച് ദാറ്റ് ഇറ്റ് ഈസ് അറ്റ് എനി ടൈം ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ദിസ് വോളിയം എലമെൻറ്റ് d3n, d3nq, d3np എന്ന് പറയുന്ന വോളിയം എലമെൻറ്റിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ്, ലെറ്റ് us say സം QP എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. QP എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതിന് ചുറ്റുമുള്ള നമ്പർ ഓഫ് ഈ പോയിൻ്റ് QP എന്ന് പറയുന്ന പോയിൻ്റ് ഏതെങ്കിലും ഒരു പോയിൻ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഫേസ് സ്പേസിലെ ഒരു പോയിൻ്റ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ഞാനൊരു 2 ഡയമെൻഷണൽ കേസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഡി ഒമേഗ എന്ന് പറയുന്ന ദിസ് ഈസ് ദ ഡി ഒമേഗ. ഓക്കെ, ഡി ഒമേഗ എന്ന് പറയുന്ന വോളിയം എലമെൻറ്റിലെ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്തായിരിക്കും ഇനി? നമ്മുടെ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്തായിരിക്കും ഇനി? ഇറ്റ് ഈസ് സിംപ്ലി it will be given by rho d omega. Clear? അതായത് യൂണിറ്റ് വോളിയം എലമെൻറ്റിൽ എത്ര ഉണ്ടാവും? റോ മൾട്ടിപ്ലൈഡ് ബൈ the number of the volume element d omega, which gives you the total number of representative points around any point QP. Is it clear? ശരി, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ ഞാനിങ്ങനെ ഓരോ തവണയും ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ സംശയം ചോദിക്കുമെന്ന രീതിയിലാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഇവിടെ ആർക്കും സംശയം ചോദിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ഓക്കെ, so I'm sorry for some technical troubles. So I'll be having okay, sorry. Okay, so now, so simply again I'm repeating, അതായത് ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്താൽ അതിന് ചുറ്റുമുള്ള ടോട്ടൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് വിൽ ബി സിംപ്ലി റോ മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് വോളിയം എലമെൻറ്റ്. So rho is usually, maybe we can call it is the density of the representative points in some sense. Okay, so now let us consider some function f. F എന്ന് പറയുന്ന ക്യൂവിൻ്റെയും പിൻ്റെയും ഫങ്ഷൻ ആയിട്ടുള്ള ഒരു സം ഫങ്ഷൻ, whatever it be.
ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ചെയ്യാറുള്ള സാധനമാണ്. നൗ വാട്ട് വിൽ ബി ദ എൻസംബിൾ ആവറേജ്? നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഒക്കെ കണ്ട് പഠിച്ചിട്ടുള്ള ആളുകളാണ്. സോ വാട്ട് വിൽ ബി ദ എക്സ്പെക്ടേഷൻ വാല്യൂ, മേ ബി കുറച്ചുകൂടി നന്നായിട്ട് എൻസംബിൾ ആവറേജ് ഓഫ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ്. ഇറ്റ് ക്യാൻ ബി said that f is simply the expectation or ensemble average. We better call it as ensemble average because we are having a ensemble theory. Okay, so ensemble average of some quantity f is given by f of qp into rho, which is also a function of qp and t, d omega എന്താണ്? ഇറ്റ്സ് സിംപ്ലി d3n q d3n p. ഓക്കെ, സോ അതിനെ ഞാൻ തൽക്കാലത്തേക്ക് ഡി ഒമേഗ എന്ന് വിളിക്കുന്നു, ഡിവൈഡഡ് ബൈ റോ ഡി ഒമേഗ. ക്ലിയർ? സോ ദിസ് ഈസ് ദ വെരി ബേസിക് ഡെഫിനിഷൻ ഓഫ് ആവറേജ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഓക്കെ. സോ നൗ സപ്പോസ് ഒരു എൻസംബിൾ സ്റ്റേഷനറി ആണ് എന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റോ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ടൈം എക്സ്പ്ലിസിറ്റ്ലി. റോ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫങ്ഷൻ അല്ല, റോ ഇസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടൈം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെറ്റർ വി ക്യാൻ റൈറ്റ് വാട്ട് റോ ഡി റോ അല്ലെങ്കിൽ ഡോ റോ ബൈ ഡോ ടി വിൽ ബി ഡെഫിനറ്റ്ലി സീറോ ഇൻ ദാറ്റ് കേസ് ഓൾസോ. ഓക്കെ, സോ അങ്ങനെയാണ് എങ്കിൽ ക്ലിയർലി ഐ ക്യാൻ സേ ദിസ് ensemble average of f will be independent of what? Time, right? So this may be called an equilibrium state or something like that. Okay, we will come to that later on. So this is the basic idea of ensemble theory. So next, it's a very interesting topic which is called Liouvilles theorem and its consequence. Liouvilles theorem. Liouvilles. Liouvilles theorem. Okay, so it's a very interesting topic. Let's move on to Liouvilles theorem. So let's consider, ഞാൻ ഇവിടെ വരയ്ക്കുന്നതിൻ്റെ ഒരു പരിമിതി നിങ്ങൾ മനസ്സിലാക്കണം. We are considering the 6n-dimensional phase space which I cannot draw. So I have to depend upon this 2-dimensional iPad. Okay, so ഞാനിവിടെ ഒരു വോളിയം എലമെൻറ്റിനെ കൺസിഡർ ചെയ്യുകയാണ്. സം വോളിയം എലമെൻറ്റ് വിച്ച് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻസ് ഓഫ് അവർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയും എന്നും ടോട്ടലാണ്, വിയും. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ടോട്ടൽ വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഉള്ള കൺസ്ട്രെയിനും ഉണ്ട്. വോളിയവും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ക്യൂസ് എന്തായി വരുന്നത്? ഡെഫിനറ്റ് വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ എനർജി ടോട്ടൽ ആയതുകൊണ്ട് പിക്കും ക്യൂവിനും ഒരേ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൺസ്ട്രെയിനെ കീപ്പ് ചെയ്തിട്ടുള്ള പോയിന്റുകളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, സ്ഥലങ്ങളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് ഫേസ് സ്പേസിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രണ്ട് കൺസ്ട്രെയിൻസുകളെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു വോളിയം എലമെൻ്റാണ് നമ്മുടെ ഇവിടെ വോളിയമാണ് ഒമേഗ എന്ന് പറയുന്ന ഒരു വോളിയമാണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ എന്തുള്ളത്? റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒക്കെ ഉള്ളത്. ക്ലിയർ ആണല്ലോ? റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒക്കെ ഉള്ളത് എന്ന് വിചാരിക്കാം. നൗ സപ്പോസ് ഇത് ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത ടൈം എവല്യൂഷൻ അനുസരിച്ചിട്ട് സമയം മാറുന്നതനുസരിച്ചിട്ട് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ട്രീം പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നൗ ഈ വോളിയത്തിനകത്ത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നത്, നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, സപ്പോസ് വി കൺസിഡർ ഇറ്റ് ആസ് ലെറ്റ് us say നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ എങ്ങനെ എഴുതും? ഡി ബൈ ഡി ടി ഓഫ് ചേഞ്ച് ഓഫ് റോ ഡി ഒമേഗ. റോ ഡി ഒമേഗ എന്താണെന്ന് മനസ്സിലായല്ലോ, ഒമേഗ വോളിയത്തിൽ. അപ്പോൾ അതാണ് വോളിയം ഇൻറ്റഗ്രേഷനാണ് റോ ഡി ഒമേഗ. റോ ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായി? ടോട്ടൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേഷൻ പോയിൻറ്റ്സ് ആണ്. സോ അതിൻ്റെ ചേഞ്ച്. ഓക്കെ, ഇതാണ്
ഈ റെപ്രസെൻറ്റേഷൻ പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് നമ്മൾ കരുതുക. ഓക്കെ, ഇനി ഞാൻ അതിനെ വേറൊരു അർത്ഥത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണത്? നമുക്ക് ഇവിടെ ഒരു ചെറിയ സർഫസിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ചെറിയ ഡി സിഗ്മ എന്ന് പറയുന്ന സർഫസ് ഏരിയയുള്ള ഒരു സർഫസിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇതിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ വേറെ എവിടെ നിന്നൊക്കെ അകത്തേക്ക് വരുന്നുണ്ട്, ഇതിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, നൗ ഈ പുറത്തേക്ക് പോകുന്ന റേറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഈ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റിനകത്ത് കുറവുണ്ടാവില്ലേ? അതായത് നമ്മുടെ ഒമേഗ എന്ന് പറയുന്ന വോളിയത്തിനകത്ത് റോയുടെ നമ്പർ, ഐ മീൻ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ റേറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അതിനെന്ത് സംഭവിക്കാം? ഇവിടെ ഇതേ സർഫസിലൂടെ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാം? അതിൽ കുറവുണ്ടാകാം. ഇസ് ഇറ്റ് ക്ലിയർ? So I am calling some the same thing. Okay, so there will be some rho d omega here also. Okay, so there will be some so there will be ഇവിടെ കൂടുന്നത് എന്തിനനുസരിച്ചിട്ടായിരിക്കും? ഇവിടെ കുറയുന്നതിന് അതായത് ഇപ്പം പണ്ട് വി മുരളീധരൻ പറഞ്ഞ പോലെ അതിൻ്റെത് കൂടുന്നതിനും കുറയുന്നതിനും, അതായത് ഈ കൂടുന്ന റേറ്റ് ഇവിടെ കുറയുന്നതിനനുസരിച്ചിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ ആണോ? അതായത് ഇവിടെ കൂടുതൽ വല്ലാതെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? കൂടുന്ന റേറ്റും കുറയും. ഓക്കെ, അതേസമയം ഇത് പുറത്തേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും, ഇടതുവശത്തുള്ളത് കൂടിക്കൊണ്ടേയിരിക്കും. സോ ദിസ് ഈസ് ദർ. So now I am considering this is the rate at which the number of representative points which goes out of the surface through some d sigma area. Okay, now what would be that d omega നെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? സേ ലെറ്റ് us say ഇവിടെ ഒരു ഡി എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ ഞാൻ കാണിച്ചു. ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കേണ്ട, സം ഡി എക്സ്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട ഡി എസ് എന്ന് വിചാരിച്ചു. ഡി എസ്. ഓക്കെ, സം ഡിസ്റ്റൻസ്, ലീനിയർ ഡിസ്റ്റൻസ്. ഓക്കെ, now that is equal to d by dt of integral rho ds d sigma എന്ന് എഴുതിക്കൂടെ? അതായത് ഈ വോളിയത്തിൽ നിന്നുള്ള കുറവ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഒരു വോളിയം കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ മഞ്ഞ ഇടാം. ഓക്കെ, ഈ വോളിയത്തിനകത്തുണ്ടാകുന്ന കുറവ് എന്ന് പറയുന്നതിൻ്റെ റേറ്റ് എത്രയാണ്? ഡി എസ് സിഗ്മ ഇതിൻ്റെ റേറ്റാണ്. ക്ലിയർ? ഇതിൻ്റെ റേറ്റാണ്. സോ ടൈം റേറ്റിനെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി ബൈ മൈനസ് ഇൻറ്റഗ്രൽ റോ ഡി എസ് ബൈ ഡി ടി ഡി സിഗ്മ എന്ന് എഴുതും. ഡി എസ് ബൈ ഡി ടി മീൻസ് വാട്ട്? simply ds by dt is simply ഈ ഇത്രയും ദൂരം, അതായത് ഡി എസ് ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈമാണ് ഡി എസ് ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡി എസ് ബൈ ഡി ടിനെ എനിക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇറ്റ് സിംപ്ലി ഈസ് ഇൻറ്റഗ്രൽ റോ വി, വേർ വി ഇസ് ദ velocity. And now we consider there will be different directions. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലൂടെ പോകുന്ന കൺസിഡറേഷൻ ഉള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഒരു കമ്പോണൻ്റ് എങ്ങനെയായിരിക്കും? ഇതിനകത്തേക്കായിരിക്കും അല്ലേ? ഏത് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എടുത്ത് കഴിഞ്ഞാൽ. സോ വാട്ട് വി ആർ ബോതേർഡ് അബൌട്ട് ഇസ് ദ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് വിച്ച് ഗോസ് ഔട്ട് ഓഫ് ദി, ബാക്കിയുള്ള എന്താവും? അതിൻ്റെ സർഫസിനകത്ത് തന്നെ കിടന്ന് കറങ്ങാനാണ് സാർ. സോ വിച്ച് ഇസ് സിംപ്ലി റോ വി ഡോട്ട് എൻ നോർമലായിട്ട് പോകുന്നതാണ്. റോ വി ഡോട്ട് എൻ ഡി സിഗ്മ. ദിസ് ഈസ് എ സർഫസ് ഇൻറ്റഗ്രൽ. നൗ ഇറ്റ് ടേൺസ് ദിസ് വോളിയം എലമെൻറ്റ് ടേൺസ് ഔട്ട് ടു ബി എ സർഫസ് integral. Now what is this
if you are familiar with closed surface integral minus closed surface integral rho v dot ds d sigma no d നമ്മളെന്താ വിളിക്കുക d sigma. Okay, so this, if you apply the Gauss divergence theorem, it simply is, again I am converting it into volume element, which is simply minus volume integral del dot rho v d v അല്ലേ, നമ്മളെന്താ ഇതുവരെ v എന്നെടുത്ത് അല്ലെങ്കിൽ d omega. Okay, volume element is d omega. Okay, so this is another expression for this. Clear? So now we have to find out how this del dot rho v works on. Okay, here our rho, we can consider this rho is a what you call rho എന്ന് പറഞ്ഞാൽ number of points ആയതുകൊണ്ട് it's a scalar quantity. Okay, and v is the velocity. Okay, don't consider v is a velocity. Velocity is obviously what? It's a vector quantity. So you have now a function del dot rho v, where v is a vector function. Now what is del dot rho v? നമ്മൾ divergence in the theorem പഠിച്ചിട്ടുണ്ട്. So it distributes like rho into del dot v, okay, rho into del dot v plus v dot del rho. This is the expansion for it. Okay, minus we will keep it there, we will use it later on. Okay, now rho into del dot v. So we have to find out what is del dot v. So keep the rho there. Okay, del dot v. What is del dot v? Del എന്ന് പറഞ്ഞാൽ എന്താണ്? Del operator here. So del operator now operates in the phase space. അപ്പോൾ അതിൻ്റെ components എന്തൊക്കെയാണ്? So it simply have a component of qi's, am I right? Qi's, and it will be having unit vectors in qi's also. Clear? Similarly, so that is del. So it's also a function of what? Pi, and it will be having a pi unit vector. So this is the del in phase space. Dot v, ഞാൻ ആ ഫസ്റ്റ് ടേമിനെ മാത്രമേ കാണാം. v എന്താണ്? നമ്മുടെ വെലോസിറ്റി വെക്ടർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു qi ഡോട്ട് qi ക്യാപ് പ്ലസ് pi ഡോട്ട് pi ക്യാപ്, cap pi dot pi cap. This is the first term. Clear ആണല്ലോ? So rho into this. Okay, rho into this plus v dot del rho. Okay, ഞാൻ അതങ്ങനെ തന്നെ വയ്ക്കുന്നു. ഇനി നമുക്കിതിനെ ചുരുക്കാം. റോ ഇൻറ്റു ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്ക്. ദിസ് ഇസ് എ ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ എന്ത് കിട്ടും? ഡോ ക്യൂ ഡോട്ട് qi dot by dou qi plus dou pi dot pi. Am I right? Dou pi dot dou pi plus v dot del rho. Am I right? Now we have already, we know what is the canonical equations of motion. From canonical equations of motion we know what is the velocity, qi's and qi dots and pi dot. We know that qi dot is equal to dou h by dou pi, and already pi dot is equal to minus dou h by dou qi. Okay, so that is rho into dou by dou qi dot. What is qi dot? It is simply dou h by dou h by dou pi minus dou by dou pi of pi dot എന്താണ്? Dou h by dou qi. Okay, now this is
plus v dot del rho. Okay, now what is that? Rho into dou square h by dou qi dou pi minus dou square h by dou pi dou qi plus v dot del rho. Clear? What is this? Simply 0. The order of the differentiation doesn't make any change. Okay, so since these are exact functions, so Hamiltonian ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം the order of differentiation doesn't make so much of no difference at all. So this becomes 0. So simply we can say what? Del dot rho v is equal to v dot del rho. Is it clear? So now I can say minus, okay, നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു, minus dou by dou t of integral rho d omega, which is the number of particles, number of representative points going out of the surface under consideration, is given by this, which is simply equal to what? Simply equal to minus, we have a minus, so v dot del rho എടുക്കാം. ഓക്കെ, മൈനസ് del rho. അതെന്തായിരുന്നു? അത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? So this is where we started. So d by dt of rho d omega is equal to this. So this is where we started. Okay, so this is where we started. So ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ എടുത്തത്. So that now becomes is equal to integral d omega. So okay, so where what was on the left hand side, it was simply dou integral rho d omega. അവിടെ ഞാൻ d by dt എന്ന് എഴുതിയത്, that is not exact, you have to use this dou rho d omega by dou t is equal to minus integral, volume integral v dot del rho d omega. So we can simply write dou rho by dou t, the number of representative points increase ചെയ്യുന്നത്, plus v dot del rho is equal to 0. Okay, so now we have to find v dot del rho. Okay, what is v dot del rho? So let's do that. Dou rho by dou t plus v dot, v എന്തായിരുന്നു? Simply qi dot qi cap plus pi dot pi cap. Okay, I'm doing like this. Dot del rho. What is del rho? Del rho is dou rho by dou qi cap plus dou rho by dou pi cap. Alright, all that is equal to 0. Now that is equal to dou rho by dou t plus, we take the dot product, qi dot dou rho by dou qi plus pi dot dou rho by dou pi is equal to 0.
Now what is qi dot? We already know from our canonical equations of motion. എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ canonical equations of motion. എവിടെയായിരുന്നല്ലോ നമ്മൾ എഴുതി വെച്ചതാ. So here it is. Qi dot is equal to dou rho by dou t plus qi dot. What is qi dot? Qi dot is simply dou h by dou pi, dou rho by dou qi plus pi dot. Ps dot is not plus. Here comes a minus. So minus dou h by dou qi, alright, dou rho by dou pi is equal to 0. Now the question is, have you ever seen this? ഈ സാധനത്തെ നിങ്ങൾ എവിടെയെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്താണത്? ഇതിൻ്റെ ഓർഡർ വേണമെങ്കിലും മാറ്റിക്കോ. ഡോറോ ബൈ ഇതാദ്യം എഴുതിക്കോ. Okay, here also the order doesn't make any difference. Okay, so simply what is that? Dou rho by dou t plus dou rho by dou qi dou h by dou pi minus dou rho by dou pi dou h by dou qi is equal to 0. This is simply what നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതാം അല്ലേ? സോ സിംപ്ലി വാട്ട് ഈസ് ദിസ്? നിങ്ങളത് എവിടെയാണ് കണ്ടിട്ടുള്ളത്? ജാക്കോബിയൻ ബ്രാക്കറ്റ് അല്ലേ? റൈറ്റ്. സോ സിംപ്ലി ദിസ് ഈസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ടി പ്ലസ് റോ എച്ച് is equal to 0. This equation is known as our Liouvilles theorem or Liouvilles equation. Clear? It's known as Liouvilles equation. Okay, anything I missed? No. So this is it. Now, what does it mean? Poisson's bracket rho h plus dou rho by dou t. So Poisson's bracket means here h is a function of what? Q's and p's. Rho is a function of q's and p's and t. So and also rho has a time derivative. So which totally makes its sum is equal to 0. Dou rho by dou t. So suppose simply ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, സോ ദിസ് ഈസ് നോൺ ആസ് ദ ലൂവിൽസ് ഇക്വേഷൻ. നൗ ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഒരു ഇൻഫറൻസ് എന്താണ്? ഈ റോ എച്ച് എന്ന് പറയുന്ന സാധനം, പോയ്സോൺസ് ബ്രാക്കറ്റ് റോ എച്ച് എന്ന് പറയുന്നത് 0 ആണ് എന്ന് വിചാരിക്കുക. 0 ആണ് എന്ന് വിചാരിക്കുക. നൗ വാട്ട് ഈസ് ഇറ്റ്? ഡോ റോ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു 0. ദാറ്റ് സിംപ്ലി മീൻസ് ദർ ഇസ് നോ ടൈം ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റോ. എന്ത് ചെയ്യുന്നില്ല? നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ യൂണിറ്റ് ഫേസ് സ്പേസ് വോളിയം ഓർ ഡെൻസിറ്റി ഫങ്ഷൻ, അതിന് എന്ത് മാറ്റം വരുന്നില്ല? സമയത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം വരുന്നില്ല. ഇറ്റ് റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കോൺസ്റ്റൻ്റ് അല്ല അല്ലേ? അത് ഒരു 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 ഈക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ് എന്നതാണ് ഇവിടെ നിന്നുള്ള നമ്മളുടെ ഇൻഫറൻസ്. അപ്പോൾ ഡോ റോ ബൈ ഡോ ടി 0 ആവണമെങ്കിൽ യു ഹാവ് ടു ഹാവ് റോ എച്ച് ഹാസ് ടു ബി 0. ഇനി റോ എച്ച് എങ്ങനെയൊക്കെ 0 ആവുക? റോ എച്ച് 0 ആവാനുള്ള ഫസ്റ്റ് പോസിബിലിറ്റി പല രീതിയിൽ 0 ആവാം. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് റോ ഹാസ് ടു ബി എ കോൺസ്റ്റൻറ്റ്. ആം റൈറ്റ്? റോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡോ റോ ബൈ ഡോ ക്യൂവും ഡോ റോ ബൈ ഡോ പിയും എന്താവും? 0 ആവും. സോ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് 0. റൈറ്റ്? അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? നേരത്തെ കണ്ട എൻസെമ്പിൾ ആവറേജ് ഇസ് ഈക്വൽ ടു റോ കോൺസ്റ്റൻ്റ് ആണല്ലോ. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? പുറത്തേക്ക് എടുക്കാം. നമ്മൾ നേരത്തെ എൻസെമ്പിൾ ആവറേജ് എഴുതിയത് എവിടെ പോയി? എൻസെമ്പിൾ ആവറേജ് എഴുതിയത് എവിടെ പോയിടോ? നമുക്കൊന്നുകൂടി എഴുതാം വേണമെങ്കിൽ. ഓക്കെ, നമ്മൾ നേരത്തെ എൻസെമ്പിൾ ആവറേജ് എഴുതിയത് കാണില്ല. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയതനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്തെഴുതാമായിരുന്നു?
F is equal to ensemble average F is equal to F into rho d omega ഓർമ്മയില്ലേ d omega divided by integral rho d omega. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു? റോ ഇസ് എ കോൺസ്റ്റൻറ്റ്, സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, no problem, and rho get cancels. So simply it becomes now integral f d omega divided by integral d omega എന്താണ്? 1 by omega. Clear? So now this is the ensemble average. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും if provided if rho is a constant. Okay, so such ensembles are usually called micro-canonical ensemble. Micro-canonical ensemble. Now another possibility. So micro-canonical ensemble, we will come into the next class. So next another possibility is, see what is it? നമ്മുടെ പോയ്സോൺസ് ബ്രാക്കറ്റ് റോ എച്ച് ആണ് നമുക്ക് 0 ആവേണ്ടത് അല്ലേ? ഇത് 0 ആവണമെങ്കിൽ ഉള്ള അനദർ പോസിബിലിറ്റി, രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്? സപ്പോസ് റോ ഇസ് എ ഫങ്ഷൻ ഓഫ് എച്ച്, റോ ഇസ് എ ഫങ്ഷൻ ഓഫ് എച്ച് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡോ റോ ബൈ ഡോ ക്യു ഐ ഡോ റോ ബൈ ഡോ പി ഡോ എച്ച് ബൈ ഡോ പി ഐ മൈനസ് ഡോ റോ ബൈ പി ഐ ഡോ എച്ച് ബൈ ഡോ ക്യു ഐ ആണല്ലേ? ഇത് 0 ആവണം. ഇത് 0 ആവണമെങ്കിൽ റോ ഇസ് എ ഫങ്ഷൻ ഓഫ് എച്ച് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതും സെയിം ആയി. സോ അഗെയിൻ ദാറ്റ് ബിക്കംസ് 0. So suppose rho is a function of h, then also this becomes 0. So usually in this case I can say rho is proportional to e raised to minus h by kt. This is what we express things in this here. അങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. This is an example. Usually this is an example. So these kind of ensembles are usually called canonical ensemble. Okay, these kind of ensembles are usually called canonical ensemble. So micro-canonical ensemble and canonical ensemble. So ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തുന്നത്. സോ ഐ തിങ്ക് തിങ്സ് ആർ ക്ലിയർ ഫോർ യു. സോ നമ്മൾ നേരത്തെ തുടങ്ങിയ പോയിന്റിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡി റോ ബൈ ഡി ടി 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ത്രൂ ഔട്ട് ദ ടൈം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് സേസ് ടു ബി ഈക്വിലിബ്രിയം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇവിടെ പോയ്സോൺസ് ബ്രാക്കറ്റിൻ്റെ ടേമിൽ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. ഡോ റോ ബൈ ഡോ ടി പ്ലസ് പോയ്സോൺസ് ബ്രാക്കറ്റ് റോ എച്ച് ഇസ് ഈക്വൽ ടു 0. That is what we call Liouvilles theorem or Liouvilles equation. It's actually an equation of motion in the phase space for ensemble representative points. So that's why it's very important. So let's stop the class here. Okay, thank you.